എല്ലാവർക്കും നമസ്കാരം. മായസാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Swords, Page of Swords, Two of Swords, okay, Ace of Swords, Swords any okay, Tower moments നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വന്നിട്ട് ഹയർ ഓഫ് എനർജിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ ഒരു മാസം വാക്കുകൾ സൂക്ഷിക്കുക. വാക്കുകൾ പലതരത്തിൽ നമ്മളെ പല രീതിയിലും മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയൊക്കെയാണ് ആളുകൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് എഫക്റ്റ് ആവുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ചില ട്രബിൾസ് നിങ്ങൾക്കുണ്ടാവാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് സൈഡുണ്ട്. കാരണം ഇവിടുത്തെ ഫസ്റ്റ് പറഞ്ഞാൽ 8 ഓഫ് സോർഡ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുക. 8 ഓഫ് സോർഡ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് എനർജി എന്ന് പറയുന്നത് സോഡ് എനർജി കണക്ഷൻസ് നിങ്ങളുടെ ചിന്തകളെ സൂചിപ്പിക്കുന്ന, നിങ്ങളുടെ ഈഗോയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ രണ്ട് വശങ്ങളുണ്ട്. അതിനിപ്പോൾ രണ്ട് വശങ്ങൾ. നമ്മൾ ഇവിടുത്തെ എനർജി സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക്. 8 ഓഫ് സോർഡ്സ് എനർജിയാണ് നമ്മൾ ഡയഗണൽ കണക്ഷൻസ് പറയുമ്പോൾ 8 ഓഫ് സോർഡ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. രണ്ടിനും രണ്ട് തരത്തിലാണ്, അതായത് പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. കാരണം പ്രത്യേകിച്ച് ടവർ എനർജി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ അവസാനിച്ചാൽ മാത്രമാണ് പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു കാര്യത്തിൻ്റെ, ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അതായത് ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനായിട്ടാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്, അതോ ഇതൊരു പ്രശ്നമാണ്, ഇനി എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണോ നിൽക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ്. ഡിസിഷൻസ്, തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിന്, ചിന്തയ്ക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മുന്നിൽ കാണുമ്പോൾ അതിനെ ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നു എന്നതിനാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഏത് ഏജ് ഗ്രൂപ്പിൽ ഏത് സാഹചര്യത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം വരുന്നുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ പര്യവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ 8 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എവിടെയോ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ലൈഫിൽ, കാരണം നിങ്ങൾ ഇവിടെ സ്റ്റക്കാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. പലപ്പോഴും അതൊരു എക്സ്ക്യൂസാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. ഒരു റെസ്ട്രിക്ഷൻ നമ്മൾക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ ട്രാപ്ഡ് ആണ്. പലരും പറയും പാരൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇങ്ങനെയായി, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ പല ആളുകളും ബാങ്കിൽ തൂപ്പുകാരി ആയിരുന്നിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറായി മാറിയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, അങ്ങനെയുള്ള വ്യക്തികൾ. അല്ലെങ്കിൽ വളരെ താഴേക്കിടയിൽ നിന്നിട്ട് വലിയ ഉയരത്തിലേക്ക് എത്തിയ ആളുകളെ കുറിച്ചിട്ട് നമുക്കറിയാം. ഈ ഒരു ലിമിറ്റേഷൻ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഇമ്പോസ്ഡ് ആണ്. നിങ്ങൾക്ക് തന്നെ ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു ലിമിറ്റേഷനാണ്. അല്ലാതെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ഞാനൊരു ഇരയാണ്, വിക്ടിം മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ. അത് പ്രത്യേകം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ ഈ വരുന്ന മാസം വളരെയധികം ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതകൾ. കാരണം നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് പേജ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. കാരണം നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ
എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവിടുത്തെ എനർജി, പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ മുമ്പിൽ പുതിയ പുതിയ ഐഡിയാസ്, പുതിയ മെൻ്റലി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നു. ഒരു ബ്രേക്ക് ത്രൂ ആണ് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. വിക്ടറി, സക്സസ് ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വിജയം, ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എനർജി സിറ്റുവേഷൻസും പറയുകയാണെങ്കിൽ വിന്നിങ് എനർജിയാണ്. നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ. നിങ്ങൾ ആ ഒരു വിജയത്തിൻ്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ചാലഞ്ചസ് ഉണ്ട്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബോസുമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി ചിലപ്പോൾ സാഹചര്യവശാൽ ഈ ജോലിയിൽ നിന്ന് മാറേണ്ടി വരും, ജോലി നിർത്തേണ്ടി വരും, റെസിഗ്നേഷൻ, ടെർമിനേഷൻ, ക്വിറ്റ് ചെയ്യേണ്ടി വരാം. ഇതൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിലാണ് ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിലേക്ക് അതിനെ കാണാതെ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കമാണ് ലൈഫിൽ. അപ്പോൾ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു സമയമാണ്, ഇന്നോവേഷനാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ, നിങ്ങളായിട്ട് ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലൂടെ സക്സസ്ഫുൾ ആകുന്ന ഒരു സാഹചര്യം. ക്രിയേറ്റീവ് ആയിരിക്കും, പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ഐഡിയാസ് മനസ്സിൽ വരുന്നു എന്നുള്ളത് വെച്ചിട്ടിരുന്നാൽ പോരാ, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, റിസ്ക് എടുക്കുക. റിസ്ക് എടുത്താൽ വിജയത്തിലേക്ക് പോകുന്ന ഒരു എനർജി തന്നെയാണ്. വലിയൊരു റിസ്ക് എന്നുള്ള രീതിയിലല്ലെങ്കിലും കുറഞ്ഞ പക്ഷം മാറി ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക, നിങ്ങളിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. കാരണം ഓപ്പർച്യൂണിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. എല്ലാവരും ഒരു പാതയിൽ പോകുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതല്ല. നിങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ ഉയരത്തിൽ എത്താൻ പറ്റുന്ന ഒരു എനർജി എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് സോഡ്സ് ആൻഡ് ടവർ മൊമെൻറ്റ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, വ്യക്തതയുള്ള ഈ ഒരു മാസം പകുതി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന സമയമാണ്. ലവ് ലൈഫിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രണയ ജീവിതത്തെ, വിവാഹം, പ്രണയം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ്. അതേപോലെ പല കാര്യങ്ങളും എന്താണ് ഇനി ഇതിൻ്റെ വരും വരായികകൾ എന്താണ്, കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിച്ചിട്ട് അതിനെ ആലോചിച്ച് അതിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റീസ് മാറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയും വളരെ പെട്ടെന്ന്, തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന മാറ്റമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല സംഭവിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ ഒരു എനർജി, ആ ഒരു പാത സക്സസ്സിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജീസ് തരുന്ന കാര്യമാണ്. കാരണം ഇതൊരു നെഗറ്റിവിറ്റിയിലേക്കല്ല കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പക്ഷേ പേജ് ഓഫ് സോഡ്സ് ആൻഡ് ഹയറഫന്റ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ചലഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതിരിക്കുക, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുക, മഹാദേവൻ ശിവനെ ആരാധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ മതവിശ്വാസിയല്ല എങ്കിൽ സ്പിരിച്വലി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ഹാപ്പി എൻഡിങ്ങിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഒരു പര്യവസാനം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇതൊരു സർക്കിളാണ്. നമ്മൾ ഒരിടത്ത് തീർന്നാൽ, ഒരു കാര്യം തീരുമ്പോൾ അവിടെ നിന്ന് പുതിയൊരു സർക്കിൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു കോർണർ ഇല്ല, അത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക. പിന്നെ ഈ പറഞ്ഞ സമയം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച്, ഇപ്പോൾ റിട്ടയർ ആവുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഫേസിലാണ്. അപ്പോൾ റിട്ടയർ ആയെന്ന് വെച്ചാൽ അവിടെ എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യാണ്ടിരിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇനിയും സാധ്യതകളുണ്ട്. നിങ്ങൾ പുതിയ ബിസിനസ്സോ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ്, കുട്ടികളൊക്കെ വലുതായതുവരോ അല്ലെങ്കിൽ ഒരു പ്രായമായി ഇനി എന്തെന്ന് ചിന്തിക്കുന്നവർക്കും പുതിയൊരു തുടക്കം തന്നെയാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ പുതിയതിലേക്കാണ്, പുതിയൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ
പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.